പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ റൊണാൾഡോയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അതിനെ പറ്റിയിട്ട് നമുക്കും ചർച്ച ചെയ്യണം. റൊണാൾഡോയുടെ ഒരു എന്താണ് പറയുക ഇൻഫ്ലുവൻസ് ഈ ഒരു ഇപ്പോൾ സൗദി ഇപ്പോൾ നമ്മൾ MLS കാര്യം പറയുമ്പോൾ എന്താണ് പറയുക ഇപ്പോൾ കുറേ ആൾക്കാർ ട്രോൾ ചെയ്യുന്നു എന്താണ് അല്ല സൗദി ലീഗിലെ കാര്യം കുറേ ആൾക്കാർ ട്രോൾ ചെയ്യുന്നത് അതായത് സൗദി ലീഗിൽ വലിയ പ്ലേയേഴ്സ് ഒന്നും ഇല്ല, സൗദി ലീഗ് അങ്ങനെയാണ്, സൗദി ലീഗ് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ റൊണാൾഡോൻ്റെ ഒരു പുള്ളുണ്ട്, അതായത് ഓൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ ഇൻഫ്ലുവൻസ് അല്ല. ഇപ്പോൾ നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എടുത്തു, അതായത് ഇപ്പോൾ റൊണാൾഡോയുടെ പകരം മെസ്സിയാണ് സൗദി ലീഗിലേക്ക് വരുന്നത്. അതേ സമയത്ത് റൊണാൾഡോ ആണ് എന്ത് ചെയ്യുന്നത് MLS-ലേക്ക് പോകണമെന്ന് വിചാരിച്ചോ, എന്താ ഉണ്ടാവുക? ഈ ഒരു പുള്ള്, അതായത് ഈ ഒരു ബെൻസിമ, നെയ്മർ, ഫിർമീനിയോ, അതായത് ഈ ഒരു ലിസ്റ്റിൽ വരുന്ന ഈ പ്ലേയേഴ്സ് എന്താണ് ഈ ഇത്രയും പ്ലേയേഴ്സ് എന്ത് ചെയ്യും, അതേപോലെ തന്നെ MLS-ലേക്ക് പോകും. നേരെ മറിച്ച് ഇവിടെ സൗദിയിലോ മെസ്സിയോടെ വന്നുകൊണ്ട് ആകെ മെസ്സിയുടെ കുറച്ച് കുടുംബക്കാരായിട്ടുള്ള ഈ സുവാറസും ജോർദി ആൽബയും പിന്നെ സെർജിയോ ബുസ്കറ്റ്സും വരും. അതെന്നെ എന്താണ് മെസ്സി ഉള്ളതുകൊണ്ട് മാത്രം വന്നതാ. അതിനൊരു ഇൻഫ്ലുവൻസ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കൂട്ടുകാരെ വേറെ ഒരു ടീമിൽ കളിക്കുന്ന പോലെ തന്നെ അത്രേ ഉള്ളൂ. അവർ ഇപ്പോൾ നമ്മൾ മെസ്സി ഫാൻസിനെ ഡിഫൈൻ ചെയ്യുന്ന പോലെ റിട്ടയർമെന്റ് പ്ലാൻ നമ്മൾ പറയില്ലേ, റിട്ടയർമെന്റ് പ്ലാൻ പോലെ അത്രേ ഉള്ളൂ അവിടെ. പക്ഷേ അതിനെ വെച്ച് റൊണാൾഡോന്റെ ഒരു പുള്ള് എന്ന് പറഞ്ഞാൽ നെയ്മർ പോലത്തെ പ്ലേയേഴ്സ് പോലും അവിടേക്ക് വന്നത്. ഇപ്പോൾ റൊണാൾഡോ വന്നിട്ടില്ല, നെയ്മർ പോലും പറയണ്ടായി, നെയ്മർ പോലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞത് റൊണാൾഡോന്റെ കാരണമാണ്, അല്ലെങ്കിൽ റൊണാൾഡോന്റെ ഇൻഫ്ലുവൻസ് ഇതിലുണ്ടെന്ന് നെയ്മർ പോലും പറഞ്ഞു. അത്രക്കും വലിയ ഇൻഫ്ലുവൻസ് ആണ് റൊണാൾഡോക്ക് ഉള്ളത് യങ് പ്ലേയേഴ്സിന്റെ ഇടയിലും അതേപോലെ തന്നെ ഇതിന്റെ ഇടയിലും. അപ്പൊ അതിനെ പറ്റി എന്താ പറയുള്ളത് മലപ്പുറം? അത് കറക്റ്റ് ആയിട്ട് കാര്യമാണ്, 100% കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മുടെ യങ് പ്ലേയേഴ്സ് ആയിട്ടുള്ള റഷ്ഫോർഡ് എടുത്ത് നോക്കാം. റഷ്ഫോർഡ്, അതേപോലെ നമ്മുടെ ഹാളൻഡ്, ഇവരൊക്കെ ക്രിസ്ത്യാനോ ഐഡലൈസ് ചെയ്യുന്ന അവര്. അപ്പോ അങ്ങനെയുള്ള യങ് പ്ലേയേഴ്സ് എല്ലാവരും റൊണാൾഡോനെയാണ് ആരാധിക്കണേ. കാരണം എന്താ, റൊണാൾഡോ ഒരു പെർഫെക്റ്റ് അത്ലറ്റ് ആണ്. റൊണാൾഡോ ഏത് വഴിക്കും തന്റെ ഫുഡ് മുതൽ സ്ലീപ്പിൽ വരെ ഫുട്ബോളിൽ, അല്ലെങ്കിൽ ആ ഒരു ഫുട്ബോളിന് വേണ്ടി തന്റെ ശരീരം ഒരു അമ്പലോ പള്ളിയോ പോലെ സെറ്റാക്കി വെച്ചിരിക്കുക. അങ്ങനെ കഠിനാധ്വാനം കൊണ്ട് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പീക്ക്, ഒരു ഫുട്ബോളറിന്റെ പീക്ക് എന്താണ്, അതാണ് ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞ കറക്റ്റ് ഡെഫിനിഷൻ അതാണ്. പിന്നെ ക്രിസ്ത്യാനോ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ അൺറിയൽ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ MLS-ക്ക് അല്ല, സൗദിക്ക് വരുന്നതിന് മുമ്പ് ബെഞ്ചിലിരുന്ന് റൊണാൾഡോ യുണൈറ്റഡിലെ ബെഞ്ചിലിരുന്ന്, അവിടുന്ന് ബെഞ്ചിന്ന് നമ്മള് വേൾഡ് കപ്പിൽ ബെഞ്ചിലിരുന്ന് അങ്ങനെ റൊണാൾഡോനെ പല മെസ്സി ഫാൻസും മറ്റു ഫാൻസുകാരൊക്കെ ഊക്കി. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് റൊണാൾഡോ എന്ത് ചെയ്ത് സൗദി ലീഗ് എത്തിയപ്പോ അവിടെ എന്താണ്, അവിടെ എത്തി അതിന്റെ പിന്നാലെ കുറെ ക്വാളിറ്റി പ്ലേയേഴ്സ് ആണ് ലീഗിലേക്ക് ഒഴുകി വന്നത്. എത്തിയ സമയത്ത് മറ്റു ഫാൻസുകാരെ കളിയാക്കി, ഇതിപ്പോ എന്താണ് ലോ ക്വാളിറ്റി ലീഗ്, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത് എല്ലാവർക്കും അറിയാം. ബെൻസിമ, നെയ്മർ പോലുള്ള വലിയ വലിയ പ്ലേയേഴ്സ് ഇതിന്റെ ഒഴുകാൻ തുടങ്ങി സൗദിയിലേക്ക്. അപ്പോഴാണ് ആളുകൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി തുടങ്ങിയത് റൊണാൾഡോ ഇൻഫ്ലുവൻസ് എന്താന്ന്. മെസ്സി ഫാൻസ് പോലും നെറ്റിണ്ടാവും, സത്യം പറഞ്ഞാൽ അതാണ് സത്യം. അപ്പൊ റൊണാൾഡോ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾ പോലും റൊണാൾഡോനെ അനുകരിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ സംഭവം തന്നെയാണ്. 100% മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ അത്ലറ്റ് അല്ലെങ്കിൽ ഫുട്ബോളർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. പിന്നെ അതേപോലെ തന്നെ ആ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ടത് റൊണാൾഡോന്റെ ഈ ഒരു സെലിബ്രേഷൻ ആണ്. റൊണാൾഡോന്റെ ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അത് ഗ്ലോബൽ എന്നൊക്കെ നമ്മൾ പറയില്ല, ഗ്ലോബൽ എന്ന് പറഞ്ഞതിന് ഒരു ഡെഫിനിഷൻ റൊണാൾഡോന്റെ സെലിബ്രേഷൻ. നമുക്ക് ഏതൊരു സ്പോർട്സ് മാത്രമല്ല, പൊളിറ്റിക്കലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ഏതൊരു കാട്ടുമുക്കിൽ നോക്കും അങ്ങനെ നമ്മൾ പറയില്ല, അത്രക്കും എന്താ പറയുക, അത്രയും വ്യാപകമായിട്ട് അത് പടർന്നിട്ടുണ്ട്. അത്രയും വലിയൊരു ഫേമസ് ആയിട്ടുള്ളൊരു, ഈവൻ മെസ്സി ഫാൻസ് പോലും അനുകരിക്കുന്ന ഒരു സെലിബ്രേഷൻ റൊണാൾഡോന്റെ ഈ എന്ന് പറഞ്ഞ സെലിബ്രേഷൻ. അത്രക്കും ഒരു ഗ്ലോബൽ റീച്ച് അതിന് കിട്ടിയിട്ടുണ്ട്. അത്രക്കും അതാണ് റൊണാൾഡോന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞത്. ഈവൻ ഒരു റൊണാൾഡോന്റെ ഈ സെലിബ്രേഷൻ പോലും മെസ്സി ഫാൻസിന്റെ ഇടയിൽ പോലും ആഘോഷിക്കപ്പെടുന്നുണ്ട്. അത്രയും വലിയ ഇമ്പാക്റ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നേരത്തെ മലപ്പുറമൊക്കെ പറഞ്ഞ പോലെ തന്നെ മെയിൻ പ്ലേയേഴ്സ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണ്, മെയിൻ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഇംബാപ്പെ, അതേപോലെ തന്നെ ഹാളൻഡ്, അതേപോലെ തന്നെയാണ് ഗെർനാച്ചോ, റാഫേലിയാവോ, പിന്നെ റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ, അങ്ങനെ ഇതൊക്കെ ഇത് പറഞ്ഞാൽ കുറച്ച് പ്ലേയേഴ്സ്, കുറേ വലിയൊരു ലിസ്റ്റിലത്തെ കുറച്ച് പ്ലേയേഴ്സ് മാത്രം. ഇതുപോലെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് എന്താണ് റൊണാൾഡോനെ ഐഡലൈസ് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്ലേയേഴ്സ് റൊണാൾഡോനെ ഐഡലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതൊക്കെ യങ്സ്റ്റേഴ്സ് ആണ്. മാത്രമല്ല ഈവൻ പുതിയ വരുന്ന യങ്സ്റ്റേഴ്സ് മൊത്തം എന്താണ് റൊണാൾഡോനെയാണ് ഐഡലൈസ് ചെയ്യുന്നത്. കാരണം എന്താ, അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ മലപ്പുറം കാക്ക പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് റൊണാൾഡോന്റെ ഒരു ഡിസിപ്ലിൻ, റൊണാൾഡോ തരുന്ന മോട്ടിവേഷൻ. റൊണാൾഡോ മെസ്സി നമ്മൾ സാധാരണ പറയുന്ന ഡിഫറൻസ് ആണ്. റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിന്റെ ഒരു പര്യായം നമ്മൾ പറയും. നേരെ മറിച്ച് മെസ്സി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ. കാരണം പുതിയ പ്ലേയേഴ്സിന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ റൊണാൾഡോനെ നോക്കുന്നത് ഒരു മോട്ടിവേറ്റിംഗ് ഫിഗർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഐഡലായിട്ട് കാണുന്നത് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, ഇതേ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അതായത് റൊണാൾഡോ പറഞ്ഞാൽ ഹാർഡ് വർക്കിങ്ങിന്റെ ഒരു ഒരു എന്താ പറയുക, നമ്മൾ ഐഡിയൽ എന്നൊക്കെ പറയില്ല, ഐഡിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിനെ നമ്മൾ ഒരു ഐഡലായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്താണ്
നമുക്ക് ആ ഒരു ലെവലിൽ എത്താൻ പറ്റും റൊണാൾഡോ. നേരെ മറിച്ച് മെസ്സി ആണെങ്കില്ല, മെസ്സി നാച്ചുറൽ ആയിട്ട് അങ്ങനെ തന്നെ നമ്മൾ പറയണ പോലെ തന്നെ. പക്ഷെ അത് നമുക്ക് ഐഡലൈസ് ചെയ്യാൻ മാത്രമായിട്ടുള്ളൊന്നുമില്ല. പക്ഷേ മെസ്സി ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ്, അതിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഐഡലൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ റൊണാൾഡോ ആണ് ബെറ്റർ. പ്രത്യേകിച്ച് യങ്സ്റ്റ് പ്ലേയേഴ്സിന് കൂടുതൽ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ നൽകുന്ന റൊണാൾഡോ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം എന്താണ് റൊണാൾഡോന്റെ കാര്യം പറയുമ്പോൾ തന്നെ വേറെ സംഭവം കൂടെ ആഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ മിക്ക പ്ലേയേഴ്സും, അതായത് മിക്ക ഇപ്പോൾ റിട്ടയർ ചെയ്ത പ്ലേയേഴ്സും അതേപോലെ തന്നെ പല പ്ലേയേഴ്സും മെസ്സിയുടെ ഒപ്പം കളിച്ച പ്ലേയേഴ്സ് വരെ പണ്ട് എന്ത് പറഞ്ഞു റൊണാൾഡോ ആണ് മെസ്സിയാണ് ബെറ്റർ എന്ന് പറയും. പിന്നീട് അതായത് പണ്ട് എപ്പോഴെങ്കിലുമൊക്കെ അവരും ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അവർ എന്ത് പറഞ്ഞു മെസ്സിയാണ് ബെറ്റർ എന്ന് പറയും. പിന്നീട് അവർ എന്ത് ചെയ്ത് റൊണാൾഡോ ആണ് ബെറ്റർ എന്ന് പറഞ്ഞ കുറേ പ്ലേയേഴ്സ്, ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് പറയുക, ഈ 2000 ഇപ്പൊ ഗുല്ലിറ്റിന് നമുക്കറിയില്ല, ഗുല്ലിറ്റ് അതേപോലത്തെ 2010 പറഞ്ഞാൽ തന്നെ മെസ്സിയാണ് ബെറ്റർ എന്നാണ്. അത് കഴിഞ്ഞിട്ട് 2022 എന്ത് ചെയ്ത് തിരുത്തി റൊണാൾഡോ ആണ് ബെറ്റർ എന്ന് പറയേണ്ടത്. അതേപോലെ തന്നെ ഡാനി ആൽവസ് 2022 ഡാനി ആൽവസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഡാനിയൽസ് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, മെസ്സിയുടെ ഒപ്പം കളിച്ച പ്ലെയർ ആണ്. ഡാനിയൽസ് 2012 പറഞ്ഞാൽ മെസ്സിയാണ് ബെറ്റർ. 2022 ആയപ്പോൾ എന്ത് പറഞ്ഞു മാറ്റി പറഞ്ഞു റൊണാൾഡോ ആണ് ബെറ്റർ. അതേപോലെ തന്നെ ഫ്രാങ്ക് ലാംബാർട്ട് 2009 പറഞ്ഞത് മെസ്സിയാണ് ബെറ്റർ എന്ന് പറഞ്ഞു. 2021 ആയപ്പോൾ ഫ്രാങ്ക് ലാംബാർട്ട്, അത് ഫേമസ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ, ഫ്രാങ്ക് ലാംബാർട്ട് പറഞ്ഞ് റൊണാൾഡോ ആണ് ബെറ്റർ. അതേപോലെ തന്നെ പെലെ പോലും എന്താണ് 2014 പറയലുണ്ടായി മെസ്സിയാണ് ബെറ്റർ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ 2018 നമ്മൾ നോക്കുമ്പോൾ 2018 എന്ത് ചെയ്ത് പെലെ പറഞ്ഞ് റൊണാൾഡോ ആണ് ബെറ്റർ എന്ന്. പിന്നെ നമ്മൾ ഒന്നും പറയണ്ടേ, ഇത്ര നമുക്ക് ഇതൊക്കെ എൻഡ് ചെയ്യാൻ വേണ്ടി ഒറ്റ കാര്യം പറഞ്ഞാൽ മറഡോണ, മെസ്സിയുടെ ഐഡൽ എന്നൊക്കെ നമ്മൾ പറയണം. മറഡോണ പോലും 2012 മെസ്സി എന്ന് പറഞ്ഞെങ്കിലും 2020 മറഡോണ പറഞ്ഞത് റൊണാൾഡോ ആണ് ഗോട്ട് എന്നുള്ളതാണ്. അത് മറഡോണ പോലും പറഞ്ഞ് റൊണാൾഡോ ആണ് ബെറ്റർ എന്ന്. പിന്നെ മറഡോണ വേറൊരു കാര്യം ഒന്നും പറയലുണ്ടായി അവിടെ, അതായത് മറഡോണ എന്താണ് ആഗ്രഹിച്ചു പോലും, അതായത് റൊണാൾഡോ ഒരു അർജന്റീന കളിക്കാരനാണെങ്കിൽ അത്ര സന്തോഷമാവും എന്നുള്ളത് പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞു. അത്രക്കും എന്താണ് ഇഷ്ടമായിരുന്നു മറഡോണക്ക് പോലും റൊണാൾഡോനെ. ഇതിപ്പോ എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വലിയ വലിയ ഗ്രേറ്റ് ലെജൻഡറി പ്ലേയേഴ്സ് പോലും റൊണാൾഡോനെ ഫോളോ ചെയ്യും, റൊണാൾഡോനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനോ എന്ന് പറയുമ്പോൾ ഒരു ഫിഗറാണ്. അത് എങ്ങനെ ഒരു ഫിഗറായി മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് റൊണാൾഡോന്റെ ഹാർഡ് വർക്കും പിന്നെ ഡെഡിക്കേഷനും ഒക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. റൊണാൾഡോ തന്റെ ബോഡിക്ക് വേണ്ടി മാത്രം മില്യൺ കണക്കിന് പൈസ ചെലവാക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് സംഭവം, കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോ റൊണാൾഡോനെ ഐഡലൈസ് ചെയ്യണതും റൊണാൾഡോനെ ഫോളോ ചെയ്യണതും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫുട്ബോളർ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള അത്ലറ്റ് ആവാനും ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള വഴി. അപ്പോ ഈ ഒരു പറഞ്ഞൊരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. ഇതൊക്കെ ഇതേപോലെ ലെജൻസ് ഒക്കെ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, റൊണാൾഡോ ആണ് ബെറ്റർ, റൊണാൾഡോ ആണ് ഗോട്ട്. എന്നിട്ട് മെസ്സി ചെറിയ പ്ലെയർ ആണെന്നല്ല പറഞ്ഞു വരുന്നത്, മെസ്സിയും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആണ്. പക്ഷെ ചില ലെജൻഡറി പ്ലേയേഴ്സ് പറഞ്ഞത്, ഫുട്ബോളിന് മോർ അറിവുള്ള പ്ലേയേഴ്സ്, അവര് പറഞ്ഞത് റൊണാൾഡോ ആണ് ബെറ്റർ, അതായത് ബെറ്റർ വേർഷൻ മെസ്സിനെക്കാളും എന്നാണ് വലിയ വലിയ പ്ലേയേഴ്സ് പറഞ്ഞത്, ലെജൻഡറി പ്ലേയേഴ്സ്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് ഫുട്ബോളിൽ നല്ല നോളജ് ഉള്ള ആൾക്കാരാണ്, അവരാണ് ഈ കാര്യം പറഞ്ഞത്. അതെ. പിന്നെ നമ്മൾ വേറെ സംഭവം ഇപ്പൊ MLS തന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാല്, അല്ല സൗദി ലീഗിൽ തന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാല്, അതായത് ഇപ്പൊ നമ്മൾ ഇപ്പൊ തൊട്ട് മുമ്പ് കേട്ടതാണ്, അതായത് ബെൻസിമ അതേപോലെ തന്നെ ഹെൻഡേഴ്സൺ, ഫിർമിനോ ഇവരൊക്കെ കുറെ റൂമേഴ്സ് ഉണ്ടായിരുന്നു, ഇവര് ഈ ലീഗിൽ നിന്ന് പോവാണ്, അല്ലെങ്കിൽ ഈ ലീഗ് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിന് പല റീസൺസ് അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ റീസൺസ് പറഞ്ഞാൽ ക്ലൈമറ്റ് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതേപോലെ തന്നെ അവർ ഈ ഒരു സൗദിയിലുള്ള കൾച്ചർ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതേപോലെ തന്നെ എന്താണ് പറയുക, ഈ ഒരു ലോ ക്രൗഡ്, അതായത് മിക്ക മാച്ചുകൾക്കും ക്രൗഡിന്റെ എണ്ണം, അതായത് അവർ കണ്ട് ശീലിച്ചിട്ടുള്ളത് പറഞ്ഞാൽ റയൽ മാഡ്രിഡിന്റെ സ്റ്റേഡിയത്തിലും ലിവർപൂളിന്റെ സ്റ്റേഡിയത്തിലും ആൻഫീൽഡിന്റെ നിറഞ്ഞൊടുങ്ങിട്ട് സ്റ്റേഡിയങ്ങളാണ് അവരെ മനസ്സിലായല്ല, അവർ ഇത്രയും കാലം ശീലിച്ചിട്ടില്ല. പെട്ടെന്ന് സൗദിയിലേക്ക് വരുമ്പോൾ ക്രൗഡിന്റെ എണ്ണം ശരിക്കും പറഞ്ഞാൽ കുറവ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വുമൻസ് റൈറ്റ്, അതായത് അവരുടെ ഭാര്യമാരൊക്കെ അവിടെ ഉണ്ടല്ലോ, വുമൻസ് റൈറ്റ്സിന്റെ ഇഷ്യൂസ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇവരൊക്കെ പോകാൻ നോക്കുമ്പോൾ റൊണാൾഡോന്റെ ഒരു അഡാപ്റ്റബിലിറ്റിയാണ്. ഏതൊരു പ്രൊഫഷണൽ പ്ലേയേഴ്സിനും വേണ്ടി വന്ന അഡാപ്റ്റബിലിറ്റിയാണ് റൊണാൾഡോ. ഇപ്പൊ നമ്മളിപ്പോൾ അടുത്ത് കാണലുണ്ടായി, അതായത് റൊണാൾഡോ ഒരു സൗദിയുടെ ഒരു കൾച്ചറിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ ഒരു സൗദി കൾച്ചറിന്റെ വേഷം കാര്യങ്ങളൊക്കെ അണിഞ്ഞിട്ട് നിൽക്കുന്നത്. അതായത് റൊണാൾഡോ എവിടെ പോലും അഡാപ്റ്റ് ചെയ്യും. റൊണാൾഡോ ഇപ്പം ഏതൊരു നമ്മൾ കാട്ടുവാസികളുടെ ടീമിൽ കൊണ്ടുപോയിട്ടാലും റൊണാൾഡോ അവിടെ അഡാപ്റ്റ് ആവും. അതാണ് റൊണാൾഡോന്റെ ഒരു പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല ശരിക്കും ഒരു പ്രൊഫഷണൽ പ്ലെയർ ആക്ട് ചെയ്യേണ്ടത്. ഏതൊരു കൾച്ചറിൽ ഏതൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു നാട്ടുകാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംഭവത്തിന് അവർ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. അതല്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത്. നേരം മറിച്ച് ഒരു നാട്ടിലേക്ക് പോകണം, അവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ അവർ നേരത്തെ അറിയാം. അവിടെ വന്നു കഴിഞ്ഞിട്ട് അവർ പറയണം ഇവിടുത്തെ ക്ലൈമറ്റ് ശരിയല്ല, ഇവിടുത്തെ നാട്ടുകാരെ കൾച്ചർ ശരിയല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ അർത്ഥമുള്ളത്? നേരെ മറിച്ച് അഡാപ്റ്റ് ചെയ്യണം. പ്രൊഫഷണൽ പ്ലേയേഴ്സ് ഒക്കെ അഡാപ്റ്റ് ചെയ്യേണ്ടത്. മലപ്പുറം എന്തെങ്കിലും ആഡ് ചെയ്യണ്ടല്ലേ? അത് ശരിയാണ്. റൊണാൾഡോ ഏത് ലീഗിലും
അതായത് സിംഗിൾ ലീഗിൽ ഒരുപാട് വർഷം കളിച്ച പ്ലെയർ അല്ല. നമുക്കറിയാം റൊണാൾഡോ എത്ര ലീഗുകൾ മാറി കളിച്ചിട്ടുണ്ട്, അവിടൊക്കെ എത്രത്തോളം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ലീഗിൽ 100+ ഗോൾസ് സ്കോർ ചെയ്യുന്ന ഏക പേരാണ് ക്രിസ്ത്യാനോ. ആർക്കും പെട്ടെന്ന് ഇങ്ങനെ എല്ലാ ലീഗിലും പോയിട്ട് സെറ്റ് ആവാൻ, എല്ലാ ലീഗും സ്പെയിനും ഇറ്റലിയും അതേപോലെ ഇംഗ്ലണ്ടും ഒരുപോലെ കോൺകർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരേ ഒരു പ്ലെയർ ക്രിസ്ത്യാനോ ആണ് എന്ന് പറയും. രണ്ട് ഡിഫറെന്റ് ടീംസിന്റെ ഒപ്പം ബാലൻഡിയോർ, ഗോൾഡൻ ബൂട്ട്, അതുപോലെ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്. അപ്പൊ പല പല ലീഗുകളിൽ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനും അവിടുത്തെ ശൈലി ഒക്കെ സ്വീകരിച്ചു വരാനും അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചർ അവരെ റെസ്പെക്ട് ചെയ്തിട്ട് ആ രീതിക്ക് അവർക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് പിന്തുടരാനും ഒക്കെ റൊണാൾഡോക്ക് പെട്ടെന്ന് സാധിച്ചിട്ടുണ്ട്. അതൊരു ഹൈ പ്രൊഫഷണലിസത്തിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് റൊണാൾഡോ. എങ്ങനെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആവാം അതിന്റെ ഏറ്റവും റൊണാൾഡോ ഒരു പാഠപുസ്തകമാണ് ആ ഒരു കാര്യത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യങ് പ്ലേയേഴ്സ് ഒക്കെ റൊണാൾഡോനെ കണ്ട് പഠിക്കണം ആ ഒരു കാര്യത്തിൽ.